യഥാർത്ഥ ശംസിന്റെ പ്രകാശം പോലും റസൂലുള്ളാഹിന്റെ പ്രകാശത്തിന്റെ അലയൊലിയാ. അതുകൊണ്ടാണല്ലോ സൂര്യന്റെ വെളിച്ചം തെറ്റിയ റസൂലുള്ളാഹിക്ക് നിഴലുണ്ടാവില്ല. അത് ശാസ്ത്രീയമായിട്ട് എന്ത് ചോക്കൂ, ഏറ്റവും വലിയ പ്രകാശം റസൂലുള്ളാഹിയാകുമ്പോ ആ സൂര്യന്റെ പ്രകാശം തട്ടിയാൽ നിഴലുണ്ടാവില്ല. അത് ശാസ്ത്രം അങ്ങനെയാണ്, ശാസ്ത്രം തന്നെ അങ്ങനെയാണ്. അതിനേക്കാളും വലിയ പ്രഭയാണ് മുഹമ്മദ് മുസ്തഫ. പിന്നെ അതിന്റെ പ്രഭ തട്ടി എങ്ങനെ നിഴലുണ്ടാകുന്നത്? നിഴലുണ്ടെങ്കിൽ സൂര്യനേക്കാൾ താഴ്ന്ന പ്രകാശമായിരിക്കണം ഇവിടെ ഉണ്ടാകുന്നത്. അത് ശാസ്ത്രം പോലും നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. ബിഗ് ബാങ് തിയറി കൈകാര്യം ചെയ്ത ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നുണ്ട്, ഈ പ്രപഞ്ചം ഒരു പൊട്ടിത്തെറിയിലൂടെയാ ഉണ്ടായതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ഒരു പ്രകാശമാ. അത് എന്താന്ന് മനസ്സിലാകുന്നില്ല. ബിഗ് ബാങ് തിയറി കൈകാര്യം ചെയ്ത 1500 ശാസ്ത്രജ്ഞന്മാരുടെ പേര് വരെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ ഫയലിൽ അവരുടെ ചരിത്രമുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങളില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവലെ മെറല്ലദീന കഫറൂ. കഫറൂ ജമ്മില് കാഫിര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഞാൻ ഈ ആയത്തും ശാസ്ത്രന്മാരുടെ പേരും വായിച്ചപ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ബിഗ് ബാങ് തിയറി കൈകാര്യം ചെയ്ത ശാസ്ത്രന്മാരുടെ കൂട്ടത്തിൽ ഒരാളും മുസ്ലിം ഇല്ല. അല്ലാഹ് പറഞ്ഞതോ കഫറൂ, കാഫിര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ? അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖാ, ആകാശഭൂമികൾ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന നബുലയായിരുന്നു. ഫഫതഖന, അതിനെ രണ്ട് ഭാഗത്തേക്കും വിടർത്തിയത്, രണ്ട് ഭാഗത്തേക്കും പരസ്പരം പൊട്ടിച്ച് വിടർത്തിയത് നമ്മളാണ്. അതന്നെയാണ് ബിഗ് ബാങ് തിയറി. ഇവിടെ ബിഗ് ബാങ് തിയറി കൈകാര്യം ചെയ്ത ശാസ്ത്രന്മാർ പറയുന്നത് പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായത്. പക്ഷെ പ്രപഞ്ചത്തിന്റെ അസല്, അതിന്റെ അടിസ്ഥാന ഒരു പ്രകാശമാണ്. ഇത് എവിടുന്നാണെന്ന് മനസ്സിലാകുന്നില്ല. അതാണ് മഹദൂദങ്ങൾ മനസ്സിലാക്കി കൊടുത്തത്. അത് എവിടുന്നാന്നറിയോ? സുബ്ഹാനല്ലദീ യത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ. അതാണ് അല്ലാഹു നേരത്തെ മനസ്സിലാക്കി കൊടുത്തത്. വന്നജ്മി ഇദാ ഹവാ, വന്നജ്മി കത്തുന്ന നക്ഷത്രമായ പരിശുദ്ധ റസൂല് തന്നെയാണ് സത്യം. ഇദാ ഹവാ, മിറാജ് കഴിഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നാൽ. വിശുദ്ധ ഖുർആൻ മുസ്തഫ നബിയെ നജ്മ് എന്ന് പറയുന്നു. അങ്ങനെ തഫ്സീർ ഇമാം റാസി ഉദ്ധരിച്ചിട്ടുണ്ട്, നജ്മ് ഐ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അബ്ജദിന്റെ കണക്കൂട്ടി നോക്കൂ. നൂന് 50, ജീമ 3, 53. റസൂൽ മക്കയിൽ ഉണ്ടായത് 53 കൊല്ലം, മീമ 40, 40ാമത്തെ കൊല്ലത്തിൽ അനുഭവത്തിൽ എത്തിയത്. അപ്പൊ വന്നജ്മി എന്നുള്ളതിന്റെ ഉള്ളിൽ ആ കണക്ക് പരിശോധിച്ചാലും ഇത് അള്ളാന്റെ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ. ഇദാ ഹവാ, താഴോട്ട് ഇറങ്ങി വന്നാൽ മിറാജ് കഴിഞ്ഞുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. പുണ്യ നബിക്ക് അറിയപ്പെട്ട ഒരുപാട് പേരുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 1000ഓളം പേര് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായി ലോകത്ത് എല്ലായിടത്തും എപ്പോഴും പറയപ്പെടുകയും അറിയപ്പെടുകയും ചെയ്ത പ്രധാനപ്പെട്ട 2 പേരിൽ ഒന്ന് അഹമ്മദ് എന്നത്. ആദ്യകാലത്ത് അള്ളാന്റെ ഹബീബിന് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട പേര് അഹമ്മദ് എന്നത്. ആദം നബി അലൈഹി ഇസ്ലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ലോകത്തൊരാൾക്കും അഹമ്മദ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ കാണാൻ കഴിയില്ല, മുഹമ്മദ് നബി അല്ലാതെ. അതിനെക്കുറിച്ച് മഹാന്മാരായ ഇമാമിങ്ങൾ വിശദീകരിച്ചത് കൺഫ്യൂഷൻ വേണ്ട എന്ന് കരുതിയിട്ടാണ് അള്ളാഹു ഈ ഒരു വ്യക്തിക്ക് മാത്രം ആ പേര് നൽകിയത്. പിന്നീട് പേര് അഹമ്മദ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ലോക ചരിത്രത്തെ ഞെട്ടിച്ച, ചരിത്രകാരന്മാരെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ് എന്തേ മുത്തുനബിയുടെ കാലം തൊട്ട് ആദം അലൈഹി ഇസ്ലാമിന്റെ കാലം വരെ ഒരാൾക്കും അഹമ്മദ് എന്ന പേരില്ലാതിരുന്നത് എന്നത്. അഹമ്മദ് എന്ന് പറഞ്ഞാൽ മുത്തലിമീങ്ങൾക്കറിയാം അഫ്ഉൽ തഫ്ളീലാണ്, ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന ആള് എന്നാണ് ഇതിന്റെ അർത്ഥം. ഏറ്റവും കൂടുതൽ സ്തുതിക്കല് കമ്മിയത്തോണ്ടും കൈഫിയത്തോണ്ടും എന്ന് പറഞ്ഞാൽ എണ്ണഫലത്തിലും വണ്ണഫലത്തിലും രണ്ടും ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോ ആദം അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് മുഹമ്മദ് നബി വേണം, അപ്പോഴേ അഹമ്മദ് എന്ന പേര് ശരിയാവുള്ളൂ. ആദം നബി അലൈഹി ഇസ്ലാം വരുന്നതിന് മുമ്പ് മുഹമ്മദ് നബി ഉണ്ടാവണം, അപ്പോഴേ അഹമ്മദ്, അല്ലെങ്കിൽ ഹാമിദേ ആവുള്ളൂ, അഹമ്മദ് ആവില്ല. എന്താണ് അത് അർത്ഥമാക്കുന്നത്? ശാരീരിക ലോകത്ത് ആദം നബി അലൈഹി ഇസ്ലാം മുഹമ്മദ് നബിയുടെ പിതാമഹനാണെങ്കിൽ ആത്മീയ ലോകത്ത് ആദം അലൈഹി ഇസ്ലാമിന്റെ പിതാവാണ് അബുൽ അർവാഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അഹ്മദ്. എല്ലാ പ്രകാശങ്ങളും ഇതിൽ നിന്ന് വന്നതാണ്. ആദം അലൈഹി ഇസ്ലാം ആകുന്ന വെളിച്ചം കത്തിച്ചത് മുഹമ്മദീയ പ്രഭയിൽ നിന്നാണ്.
നൂഹ് നബി അലൈഹിസ്സലാമാകുന്ന ദീപം കത്തിക്കപ്പെട്ടത് ഈ പ്രഭയിൽ നിന്നാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. സിറാജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ വിളക്ക് എന്നാണ്. പിന്നീട് അല്ലാഹു മുനീറൻ എന്ന് പറയുകയാണ്. കരഞ്ഞാൽ പറഞ്ഞാലും എണ്ണിയാലും എഴുതിയാലും പാടിയാലും ചിന്തിച്ചാലും വിസ്മയം തീരാത്ത ലോകത്തെ ഏറ്റവും വലിയ ജ്യോതിർഗോളമാണ്, പ്രഭയുടെ പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തിൽ പ്രഭ ചൊരിഞ്ഞ മുത്ത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇമാം ശറഫുദ്ദീനിൽ ബൂസീരി റഹ്മഹുല്ലാഹ് പറഞ്ഞത്. ഫഇന്നഹു ശംസു ഫളലി ഹും കവാകിബുഹ യുൽഹിറുന വറഹാലി നാസിഫി ളുലമി മൗലയ صلي وسلم دائما ابدا على حبيبك خير الخلق كلهم وكلهم من رسول الله ملتمس غرفا من البحر أو رشفا من الديم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. فإنه شمس فضل എന്നാ പറഞ്ഞു. എല്ലാ ശ്രേഷ്ഠതയുടെയും ഔന്നത്യത്തിന്റെയും സൂര്യനാണ് മുഹമ്മദ് മുസ്തഫ. ഇവിടെ അന്വേഷകന്മാരും വായിക്കുന്നവരും ചിന്തിക്കാൻ ഞാനൊരു ചെറിയ താരതമ്യത്തിന് നിങ്ങളുടെ മുമ്പിൽ ഇട്ടുതരാം. ഇമാം ബൂസൈരി റഹിമഹുല്ലാഹ് ബുർദയിൽ ഷംസ് എന്ന് പറയുമ്പോ മഹാനായ മഖ്ദൂനങ്ങൾ ഖമർ എന്നാണ് മങ്കൂസ് മൗലൂദ് പറഞ്ഞത്. എന്തേ അങ്ങനെ ആയത്? അല്ലേ, മങ്കൂസ് മൗലൂദ് ഖമർ എന്നാണ്, ഷംസ് എന്നല്ല. സുബ്ഹാനല്ലദീ യത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ. ഷംസ് നബിയിൽ ഹുദാ എന്നല്ല, ബുർദയിലുള്ളത് ഷംസ്, മങ്കൂസ് മൗലൂദിലുള്ളത് ഖമർ. എന്തേന്നറിയോ? മങ്കൂസ് മൗലൂദിലെ ചർച്ച റബീഉൽ അവ്വൽ വന്നതിനെ കുറിച്ചാണ്. റബീഉൽ അവ്വലിൽ വന്നത് റസൂലുള്ളാഹിന്റെ അസ്തിത്വമല്ല. റബീഉൽ അവ്വലിൽ വന്നത് മുഹമ്മദ് നബിയുടെ അസ്ലല്ല. മുഹമ്മദ് നബിയുടെ അസ്ല് പറയാൻ ലോകത്താർക്കും കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ എനിക്ക് കഴിയും. പക്ഷെ റസൂലുള്ള ഈ ഭൂമിയിലേക്ക് വന്നത് പറയാൻ എനിക്ക് കഴിയും. റസൂലുള്ള ഈ ആലമിലേക്ക് വന്നത് പറയാൻ ജിബ്രീലും കഴിയില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ. റബീഉൽ 12 വന്നതൊക്കെ റസൂലുള്ളാഹിന്റെ ശരീരമാണ്. ഷംസ് നേരത്തെ ഉണ്ട്, ഖമർ. അതാണ് മങ്കൂസ് മൗലൂദിൽ ഖമർ എന്ന് പറഞ്ഞത്. കാരണം എന്താ? ഖമർ എന്ന് പറഞ്ഞാൽ ഷംസ് ആദ്യം ഉണ്ടാവും, ഷംസിന്റെ പ്രതിഫലനമാണ് ഖമർ. മങ്കൂസ് മൗലൂദിൽ പറഞ്ഞത് റബീഉൽ വന്നതിനെ കുറിച്ചാണ്, ബുർദയിൽ പറഞ്ഞത് റബീഉൽ വന്നതിനെ കുറിച്ചല്ല, ആലമിലേക്ക് വന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഷംസ്. മഹാന്മാരായ ഇമാമിങ്ങളുടെ വീക്ഷണം നോക്കണം. കാരണം മങ്കൂസ് മൗലൂദിലെ ചർച്ച ഫീ റബീഉൽ അവ്വൽ എന്നാണ്, ബുർദയിലെ റബീഉൽ അവ്വലിലെ ചർച്ചയില്ല. അപ്പൊ ഷംസ് എന്ന് പറഞ്ഞു. അതാ ലോകത്ത് അസ്ലി ഷംസ് മുഹമ്മദ് മുസ്തഫ. യഥാർത്ഥ ഷംസിന്റെ പ്രകാശം പോലും റസൂലുള്ളാഹിന്റെ പ്രകാശത്തിന്റെ അലയൊലിയ. അതുകൊണ്ടാണല്ലോ സൂര്യന്റെ വെളിച്ചം തെറ്റിയാൽ റസൂലുള്ളാഹിക്ക് നിഴലുണ്ടാവില്ല. അത് ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചു നോക്കൂ. ഏറ്റവും വലിയ പ്രകാശം റസൂലുള്ളാഹിയാകുമ്പോ ആ സൂര്യന്റെ പ്രകാശം തട്ടിയാൽ നിഴലുണ്ടാവില്ല. അത് ശാസ്ത്രം അങ്ങനെയാണ്, ശാസ്ത്രം തന്നെ അങ്ങനെയാണ്. അതിനേക്കാൾ വലിയ പ്രഭയാണ് മുഹമ്മദ് മുസ്തഫ. പിന്നെ അതിന്റെ അതിനാ പ്രഭ തട്ടി എങ്ങനെ നിഴലുണ്ടാകുന്നത്? നിഴലുണ്ടെങ്കിൽ സൂര്യനേക്കാൾ താഴ്ന്ന പ്രകാശമായിരിക്കണം ഇവിടെ ഉണ്ടാകുന്നത്. അത് ശാസ്ത്രം പോലും നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇനി ഞാൻ ശാസ്ത്രം വായിച്ച കുട്ടികൾക്ക് ഞാൻ ചിന്തയ്ക്ക് മറ്റൊരു കാര്യം പറഞ്ഞു തരാം. അതാദ്യം ശാസ്ത്രീയമായി തെളിയിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ പ്രഭാഷണം തുടങ്ങുന്നത്. ബിഗ് ബാങ് തിയറി കൈകാര്യം ചെയ്ത ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നുണ്ട്, ഈ പ്രപഞ്ചം ഒരു പൊട്ടിത്തെറിയിലൂടെയാ ഉണ്ടായതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ
ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ഒരു പ്രകാശമാ. അത് എന്താന്ന് മനസ്സിലാകുന്നില്ല. ബിഗ് ബാങ് തിയറി കൈകാര്യം ചെയ്ത 1500 ശാസ്ത്രജ്ഞന്മാരുടെ പേര് വരെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ ഫയലിൽ അവരുടെ ചരിത്രമുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങളില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവലെ മെറല്ലദീനെ കഫറൂ. കഫറൂ ജമ്മില് കാഫിരീങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഞാൻ ഈ ആയത്തും ശാസ്ത്രന്മാരുടെ പേരും വായിച്ചപ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ബിഗ് ബാങ് തിയറി കൈകാര്യം ചെയ്ത ശാസ്ത്രന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ മുസ്ലിം ഇല്ല. അള്ളാഹ് പറഞ്ഞതോ കഫറൂ, കാഫിരീങ്ങൾ മനസ്സിലാക്കിയില്ലേ? അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖാ, ആകാശഭൂമികൾ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന നബുലയായിരുന്നു. ഫഫതഖന, അതിനെ രണ്ട് ഭാഗത്തേക്കും വിടർത്തിയത്, രണ്ട് ഭാഗത്തേക്കും പരസ്പരം പൊട്ടിച്ച് വിടർത്തിയത് നമ്മളാണ്. അതന്നെയാണ് ബിഗ് ബാങ് തിയറി. ഇവിടെ ബിഗ് ബാങ് തിയറി കൈകാര്യം ചെയ്ത ശാസ്ത്രന്മാർ പറയുന്നത് പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായത്. പക്ഷെ പ്രപഞ്ചത്തിന്റെ അസല്, അതിന്റെ അടിസ്ഥാനം ഒരു പ്രകാശമാണ്. ഇത് എവിടുന്നാണെന്ന് മനസ്സിലാകുന്നില്ല. അതാണ് മഹദൂനങ്ങൾ മനസ്സിലാക്കി കൊടുത്തത്. അത് എവിടുന്നാന്നറിയോ? സുബ്ഹാനല്ലദീ യത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ. അതാണ് അല്ലാഹു നേരത്തെ മനസ്സിലാക്കി കൊടുത്തത്. വന്നജ്മി ഇദാ ഹവാ, വന്നജ്മി കത്തുന്ന നക്ഷത്രമായ പരിശുദ്ധ റസൂൽ തന്നെയാണ് സത്യം. ഇദാ ഹവാ, മിറാജ് കഴിഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നാൽ. വിശുദ്ധ ഖുർആൻ മുസ്തഫ നബിയെ നജ്മ് എന്ന് പറയുന്നു. അങ്ങനെ തഫ്സീർ ഇമാം റാസി ഉദ്ധരിച്ചിട്ടുണ്ട്, നജ്മ് ഐ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അബ്ജദിന്റെ കണക്ക് കൂട്ടി നോക്കൂ. നൂന് 50, ജീമ 3, 53. റസൂൽ മക്കയിൽ ഉണ്ടായത് 53 കൊല്ലം. മീമ 40, 40ാമത്തെ കൊല്ലത്തിൽ അനുഭവത്തെത്തിയത്. അപ്പൊ വന്നജ്മി എന്നുള്ളതിന്റെ ഉള്ളിൽ ആ കണക്ക് പരിശോധിച്ചാലും ഇത് അള്ളാന്റെ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ. ഇദാ ഹവാ, താഴോട്ട് ഇറങ്ങി വന്നാൽ മിറാജ് കഴിഞ്ഞുകൊണ്ട്. സുബ്ഹാനല്ലാഹ്, തുമീ ഫർശ് സേ അർശ് തക് ജഹന വാലേ, തുമീ നിഅമത്തെ റബ്ബ് സേ ദിൽവാന വാലേ, തുമീ ഫർശ് സേ അർശ് തക് ജഹന വാലേ, തുമീ നിഅമത്തെ റബ്ബ് സേ ദിൽവാന വാലേ, മദീനെ കസാഇർ സുറാഖ സംബലനാ, सवारी से अपनी तो जिस थम निकलना, शरक मौका है जाने वाले. ഈ ഭൂമിയിൽ നിന്ന് അർശും അതിന്റെ അപ്പുറം കടന്ന് സിദറത്തുൽ മുന്തായുടെയും അപ്പുറം പോയി കിഴക്ക് വെള്ളകൂറി സൂര്യോദയം സംഭവിക്കുന്നതിന്റെ മുമ്പേ നിസ്കാരമാകുന്ന സമ്മാനപ്പൊതിയുമായി ഇറങ്ങി വന്നത് ആരോ? അത് അങ്ങല്ലേ യാ റസൂലല്ലാഹ്. പ്രപഞ്ചത്തിൽ പ്രഭചൊരിഞ്ഞ പ്രവാചക പൂങ്കവരെ, വിശ്വമാന വിഗാതയുടെ വിമോചന ഗീതമേ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമേ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്തെ ഏറ്റവും വലിയ പ്രകാശമാണ് മുഹമ്മദ് മുസ്തഫ. പക്ഷേ അമ്പിളി ഉദിച്ചാൽ ഈ ഭൂമി പ്രകാശിക്കും, സൂര്യൻ ഉദിച്ചാൽ ഭൂമി പ്രകാശിക്കും, കൽബ് പ്രകാശിക്കില്ല. കൽബ് പ്രകാശിക്കണമെങ്കിൽ കൽബിന്റെ ഉള്ളിൽ ഒരു സൂര്യൻ ഉദിക്കണം, മുഹമ്മദ് മുസ്തഫ. ഒരു കാര്യം എല്ലാവരും ആദ്യം മനസ്സിലാക്കണം, കൈ സൃഷ്ടിക്കപ്പെട്ട് പിടിക്കാനാണ്. അതുകൊണ്ട് പിടുത്തം ശരിയാകണില്ലെങ്കിൽ ചികിത്സ നടത്തും. കണ്ണ് സൃഷ്ടിക്കപ്പെട്ട് കാണാനാണ്. കണ്ണുകൊണ്ട് കാഴ്ച കാണുന്നില്ലെങ്കിൽ സർജറി നടത്തും, തുള്ളിമന്ന് പറ്റും, അല്ലെങ്കിൽ മരുന്നൊക്കെ കുടിക്കും, അല്ലേ? കാല് സൃഷ്ടിക്കപ്പെട്ട് നടക്കാനാണ്. നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചികിത്സ നടത്തും. മൂക്ക് സൃഷ്ടിക്കപ്പെട്ട് മണക്കാനാണ്. മണക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണും. ഞാൻ ചോദിക്കുന്നത്, കൽബ് സൃഷ്ടിക്കപ്പെട്ട് എന്തിനാ? അവിടെ അത് നടക്കുന്നില്ലെങ്കിൽ അവിടെയും വേണം ഗുളിക. കൽബ് സൃഷ്ടിക്കപ്പെട്ട് മുഹമ്മദ് നബിനെ ഇരുത്താനാണ്.
മുഹമ്മദ് നബി പാർക്കുന്ന ഒരു ഭവനമുണ്ടെങ്കിൽ അത് ഖൽബുൽ മുഅ്മിന. അവിടെ അള്ളാഹുവിന്റെ റസൂൽ ഇല്ലെങ്കിൽ വേഗം ചികിത്സിക്കണം. അല അറിയണേ ബിദിക്രില്ല, മുഹമ്മദ് നബിയെ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം. വേറെ എന്തുണ്ടായിട്ടുണ്ടായിരിക്കും? ഹൃദയത്തിന് സമാധാനം വേണോ? മുഹമ്മദ് നബി ഹൃദയത്തിൽ പാർക്കണം. അതാണ് മഹ്ദൂദങ്ങൾ പറഞ്ഞത്, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ലിസ്സുറുജി. ഇന്ന ബൈതൻ ഏത് ഖൽബാ അൻത തങ്ങൾ സാകിനുഹു, ആ കൽബിന്റെ അകത്ത് താമസിക്കുന്നുവെങ്കിൽ ലൈസ കൽബിന്റെ ഉടമയല്ല, മുഹ്താജൻ ഇലസ്സുറുജി, ഉന്നതമായ സ്ഥാനത്ത് എത്താൻ മറ്റ് മുറബ്ബിയായ മശായിഖന്മാരെ തേടി നടക്കേണ്ട ആവശ്യം പോലുമില്ല. ആ മനുഷ്യന് വേണ്ട തസ്കിയത്ത്, ആ മനുഷ്യന് വേണ്ട തർബിയത്ത്, ആ മനുഷ്യന് വേണ്ട അഖ്ല്, ആ മനുഷ്യന് വേണ്ട ഫഹ്മ്, ആ മനുഷ്യന് വേണ്ട ഇഖ്ലാസ്, ആ മനുഷ്യന് വേണ്ട ഖബൂലിയത്ത്, ആ മനുഷ്യന് വേണ്ട ഇസ്സത്ത് റൗളയിൽ നിന്ന് പ്രസരിക്കുന്നത്. അതാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയില്ലേ, നാം ഇരിക്കുന്ന ഈ മാസം ജമാദുൽ ഉലയാണ്. ഈ മാസത്തിലാണ് അഹ്മദുൽ കബീർ റിഫായി വഫാത്തായത്. അല്ലാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. സ്വലാത്തിലും മഹബ്ബത്തിലും ഇഷ്കിന്റെ മിസ്കിൽ കുളിച്ച മഹാനാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിനെ നെഞ്ചിലേറ്റിയ മഹാനാൻ അഹ്മദുൽ കബീർ റിഫായിയുടെ ഖൽബിൽ പാർക്കുന്ന രാജാവ് അത് അല്ലാഹുവിന്റെ റസൂലാണ്, മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തും സലാമും തന്റെ നാട്ടിൽ നിന്ന് ചൊല്ലി ചൊല്ലി തളർന്ന് തകർന്ന് കരഞ്ഞ് കതച്ച് മദീനയിലെത്തിയപ്പോ അഹ്മദുൽ കബീർ റിഫായിയുടെ കണ്ണങ്ങ് നിറയുകയാ. വളരെ ദൂരെ നിൽക്കുമ്പോൾ അകലങ്ങളിൽ നിന്ന് സ്വലാത്ത് കൊടുത്തേക്കുന്നത് ഈ ഹബീബിന് വേണ്ടിയല്ലേ? സലാമിന്റെ സലൂട്ട് സമർപ്പിക്കുന്നത് ഈ മദീനയുടെ കസ്തൂരി മണ്ണിൽ കിടക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ അള്ളാന്റെ മുത്തായ ലോകത്തിന്റെ സത്തായ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലോ ഇത് സലാം പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകേണ്ട സമയമല്ല, സ്വലാത്ത് ചൊല്ലി തിരിച്ചു മടങ്ങേണ്ട സമയമല്ല. ഇത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്റെ പ്രാണനായ മുത്തുനബിയുടെ സാന്നിധ്യത്തില് ഒരു കൊച്ചുകുട്ടിയെ പോലെ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് തളർത്തിയ ശരീരവുമായി ഞാൻ കഴിഞ്ഞുകൂടുന്ന സമയമാണ് എന്ന് ചിന്തിച്ച് ഹൃദയം ഒരു മഹബത്തിന്റെ കുട പോലെ അങ്ങ് പൊട്ടിയിട്ട് കണ്ണുനീര് ചാലിട്ടൊഴുകുമ്പോ അറിയാതെ റൗളായുടെ കസ്തൂരി മണ്ണിൽ ഇരുന്നു കൊണ്ട് അഹ്മദുൽ കബീർ റിഫായി അങ്ങ് പാടുകയാണ്. في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي وهذه نوبة الأشباح قد حضرت فامدد يديك لكي ترضى به شفتي مولاي صل وسلم دائما أبدا. കുറഞ്ഞ സമയമാണെങ്കിലും ഈ സദസ്സ് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ അറിയാതെ കൽബുകൊണ്ട് മദീനത്തിലേക്ക് സഞ്ചരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഇരുന്നിട്ടൊരു മദീനയിലെത്തലുണ്ട്. ഇവിടെ ഇരുന്നിട്ട് മദീനയിലെത്താൻ പറ്റും. മദീനയിൽ പോയിട്ട് ഇവിടെ എത്താൻ പറ്റും. ഉംറക്കൊക്കെ പോയിട്ട് റൗളന്റെ നേരെ നിന്നിട്ട് പൊരയൊക്കെ ഫോൺ ചെയ്തിട്ട് തമാശ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉംറക്ക് പോയിട്ട് മദീനയിലെത്തിയിട്ട് സിയാറത്തിനാകെ 2-3 ദിവസം നിൽക്കുക. എന്നിട്ട് റൗളന്റെ അകത്ത് കയറിയിട്ട് റസൂലുള്ളാഹിന്റെ നേരെ മുമ്പ് ഭാര്യയ്ക്ക് വിളിച്ചിട്ട് സ്വറ പറഞ്ഞിട്ട് ചിരിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്.
അതാണ് പറഞ്ഞത് അവിടെ എത്തിയിട്ട് ഇവിടെ വരിക. ഓൻ അവിടെയാണ് ഉള്ളത്, പക്ഷെ കൽബൊക്കെ ഇവിടെ ഉള്ളത്. ചിലരങ്ങനെയല്ല, ഉംറക്കോൻ കാശുണ്ടാവില്ല, കാശുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ല. പക്ഷെ ഹബീബാ നബി നന്നായി സ്നേഹിച്ച് ഉംറക്കോയ പലപ്പോഴും അവിടെ എത്താൻ സൗകര്യം ഉണ്ടാവുമല്ലോ. റസൂലുള്ളാഹിനെ നന്നായി സ്നേഹിച്ചിട്ട് എത്താൻ കഴിയാത്തതിലുള്ള സങ്കടത്തിൽ കിടന്നിട്ടും മറിഞ്ഞിട്ടും അങ്ങനെ ഉറങ്ങുമ്പോൾ റസൂലുള്ളാഹിനെ എങ്ങനെ ചിന്തിക്കുകയാണ്. ത്വായിഫ്, ഉഹദ്, പല്ല് ഷഹീദായത്, ഊന് പൊട്ടിയത്, അടി കിട്ടിയിട്ട് കവള് വീർത്തത്, റസൂലുള്ളാഹിക്ക് യുദ്ധത്തില് അടി കിട്ടിയത്, ശത്രുക്കളിൽ നിന്ന് തുപ്പ് കിട്ടിയത്, ആട്ട് കിട്ടിയത്, റസൂലുള്ള 3.5 കൊല്ലത്തോളം പട്ടിണി കിടന്നിട്ട് ഷെബ് അബീ താലിബിൽ കഷ്ടപ്പെട്ടത്, ത്വായിഫിൽ കല്ലേറ് കിട്ടിയിട്ട് രക്തം പമ്പ് ചെയ്തത്, ഇതൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ട് സലാത്തലിയിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞിട്ടാണ്ട് ഉറങ്ങിയാൽ അന്നവന്റെ ബെഡ്റൂമിൽ അതിലിയാണ് മുഹമ്മദ് മുസ്തഫ. ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെ കൽബിൽ അള്ളാന്റെ റസൂൽ ഉണ്ടെങ്കിൽ ചിന്തയിൽ വരുമല്ലോ. കൽബിലുള്ളതല്ലേ ചിന്ത വരിക. ഉറങ്ങുന്ന സമയത്ത് നമ്മളെ കൽബിൽ ഏറ്റവും കൂടുതൽ ഏതാ ഉള്ളത്, അതാണ് ചിന്ത വരിക. ആ ചിന്തിച്ചത് സ്വപ്നത്തിലും കാണും. സ്വപ്നം പല രൂപത്തിലും കാണും. ചിന്തിച്ച് കിടന്നതും സ്വപ്നത്തിൽ കാണും. അങ്ങനെയാണ് ചിന്തിക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ കിനാവ് മുത്തനബിയെ കൊണ്ട് അള്ളാഹു ഏറ്റവും കൂടുതൽ സൗന്ദര്യമാക്കി തരട്ടെ, സൗഭാഗ്യമാക്കി തരട്ടെ. നമ്മുടെ രാത്രി അള്ളാഹു ധന്യമാക്കി തരട്ടെ. ഇവിടെ ഇരുന്ന് മദീനയിലെത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദമീ വദമ്മീ മിദാദും ഫീ മദാഇഹിക യാ റസൂലല്ലാഹ്. എന്റെ കണ്ണിനീരും എന്റെ വിയർപ്പും എന്റെ രക്തവും അങ്ങേ പ്രശംസിക്കുന്ന മഷിത്തുള്ളിയാണ് നബിയേ എന്ന് പറഞ്ഞ കവി പൂങ്കവരുടെ പിന്നാലെ ഞാനും സഞ്ചരിക്കുകയാണ്. പാതിരാവിന്റെ ഉള്ളറയിൽ മണിക്കൂറുകളോളം മധുവുമായി സ്വർഗീയ ഭൂമികയിൽ സ്വയം തളർന്ന് അധ്വാനിക്കുമ്പോ അല്ലാഹുവേ, ഈ യാത്രയും സംസാരവും സമർപ്പണവും നിന്റെ ഹബീബിനുള്ള മഹബത്തിന്റെ പേരിലായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഹൃദയത്തിനകത്ത് മുത്തുനബിയുടെ മഹബത്തിന്റെ പ്രഭ നീ സൃഷ്ടിക്കണേ അല്ലാഹുവേ. നിന്റെ ഹബീബിനെ പാർക്കാനുള്ള കൊട്ടാരമായി ഞങ്ങളെ ഹൃദയം നീ മാറ്റണേ തമ്പുരാനെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആരെയാണ് നമുക്ക് സ്നേഹിക്കാനുള്ളത്? വേറെ ആരെ സ്നേഹിച്ചാലാ നമുക്ക് കാര്യം കിട്ടുന്നത്? ഈ ലോകത്ത് ദുനിയാവിന് വേണ്ടിയുള്ള സകല ബന്ധങ്ങളും മാംസബന്ധിതമല്ലയോ? മാംസബന്ധിതമായ പ്രണയത്തിന്റെ പുറത്തുള്ളത് രാക്ഷസീയ വഞ്ചനയല്ലയോ? അത് വേപ്പില പോലെ ചവച്ച് തുപ്പിയാൽ തിരിഞ്ഞു നോക്കാത്ത വഞ്ചനയാണ്. പൊന്നുമോനെ, ഇവിടെ വെച്ചുകൊണ്ട് അള്ളാന്റെയും അവന്റെ ഹബീബിന്റെയും മാർഗത്തിലല്ലാതെ നാം ഉണ്ടാക്കി തീർന്ന ബന്ധങ്ങളില്ലേ, പ്രണയങ്ങളില്ലേ, നാളെ പരലോകത്ത് പരസ്പരം ശത്രുക്കളായി അകലുകയാണ്. പരലോകത്തെ ശത്രുക്കളാണ്. ഇവിടെ സിനിമയ്ക്ക് വേണ്ടി, വ്യഭിചാരത്തിന് വേണ്ടി, പലിശയ്ക്ക് വേണ്ടി, വഞ്ചനയ്ക്ക് വേണ്ടി, ഇവിടെ ചതികൾക്ക് വേണ്ടി, സംഘട്ടനത്തിന് വേണ്ടി, സംഘർഷത്തിന് വേണ്ടി, ഏഷണിക്ക് വേണ്ടി, ഭീഷണിക്ക് വേണ്ടി, ആൾഫലത്തിന് വേണ്ടി, വണ്ണഫലത്തിന് വേണ്ടി, തിണ്ണഫലത്തിന് വേണ്ടി ഉണ്ടാക്കി തീർത്ത ഈ ഹിമാലയം വെണ്ണൂർ കൂമ്പാരങ്ങൾ അത് പൊടിഞ്ഞു തകർന്ന് നാളെ മഹ്ശറിൽ പരസ്പരം ശത്രുക്കളാവുകയാണ്. വാപ്പയും മകനും ശത്രുക്കളാവുകയാണ്. ഉമ്മയും മകളും ശത്രുക്കളാവുകയാണ്. യൗമയഫിറുൽ മർഉ മിൻ അഖീഹി ഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. അന്തിമനാളിൽ ജനം തിങ്ങി കഴിയുന്നു, അന്തം വിട്ടങ്ങും ഇങ്ങും ഓടി നടക്കുന്നു, അമ്പിയാക്കളെ പോലും നഫ്സി എന്നുരയ്ക്കുന്നു, അഷ്റഫുൻ ഖൽഖിൻ വിളിയെങ്ങും മുഴങ്ങുന്നു, ആരംഭ ഉമ്മത്തി ഖൗമിയ ഉമ്മത്തി. എന്ത് ഭയങ്കര മഹ്ശറാണ്! വെന്ത് ജനങ്ങൾ നീങ്ങുകയാണ്, വെന്ത് ജനങ്ങൾ ഓടുകയാണ്. ഓടിയ ബുൽബശർ ആദമ കാണുന്നു, ഓമന ശുപാർശയ്ക്ക് വാ
വാപ്പയോടിരയ്ക്കുന്നു. പോകുന്നു നിങ്ങൾ പോകൂ മക്കളെ, ഞാനിന്ന് ബേജാറിലാണെന്ന് വയ്യായെനിക്കുന്നേ. അതൊരു പാട്ടാണെങ്കിലും ബുഖാരി ഇമാമിന്റെ ഹദീസാണ്, അതുകൊണ്ട് പാടിയതാണ്. ഹദീസ് പാട്ടായി കോർത്തിളക്കിയത് കണ്ടോ. ഹബീബും ഖലീലൊക്കെ വേർതിരിയുന്ന സമയമാണത്. ഇവിടെ നമുക്ക് ഹബീബ് എന്ന് പറഞ്ഞാല് മലയാളത്തിലെ മിത്രം, ഖലീൽ എന്ന് പറഞ്ഞാല് മിത്രം. പക്ഷെ അറബ് ഭാഷ അത്ഭുതല്ലേ. ഖലീൽ എവിടെ കിടക്കുന്നത്, ഹബീബ് എവിടെ കിടക്കുന്നത്? അള്ളാന്റെ ഖലീലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, അള്ളാന്റെ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ. ആ രണ്ടും വേർതിരിഞ്ഞ സ്ഥലമാണ് മഹ്ശർ. കാരണം ഖലീലിന്റെ അടുത്തേക്ക് ആളുകളൊക്കെ കൂടി പോകും. ഒരു ചാൺ മുകളിലാണല്ലോ സൂര്യൻ. തദ്നു ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി കമിഖ്ദാരി മീൽ. മീൽ എന്ന് വായിച്ചാൽ ഒരു സുർമാക്കൊള്ളി എന്ന് അർത്ഥം വരും. രണ്ട് രീതിയിലും വായിക്കാൻ പറ്റുന്ന രൂപത്തിലെ ലഫ്ള് പ്രയോഗം. മീൽ എന്ന് വായിച്ചാൽ സുർമാക്കൊള്ളി എന്ന് പറഞ്ഞാൽ മഹ്ശറിൽ എത്തിയിട്ട് നമ്മൾ തലമ വരലാണ്ട് വെച്ചാൽ സൂര്യന്മ തട്ടുന്നു. ഇന്ന് സൂര്യൻ ഉള്ളത് എവിടെയാ? 12 കോടി മൈലുകൾക്കപ്പുറം. എന്നിട്ട് സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മി എത്തിയിട്ട് സൂര്യാഘാതം ഉണ്ടാണ്. അതന്നെ കണ്ണിന് വിഷം തെടുക്കാനുള്ള ഒമ്മുണ്ട്, വിരിയുണ്ട്, തലമുടിയുണ്ട്, കണ്ണ് മുഖത്താണ്. നാളെ ഈ തലയിൽ മുടി ഉണ്ടാവില്ല, താടിയും മീശ ഉണ്ടാവില്ല, ഒമ്മയും വിരിയൊന്നും ഉണ്ടാവില്ല. കണ്ണാണെങ്കിൽ നെറുന്തലയില ഫിറ്റ് ചെയ്യല്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ സമയത്ത് ജനങ്ങളൊക്കെ ഇബ്രാഹിം നബിനോട് പറയാണ്, ഇവിടുന്ന് ഒന്ന് നരകത്തേക്ക്, ഇങ്ങനെ നരകത്തേക്ക് ആയിക്കോട്ടെ, പക്ഷെ ഇവിടുന്ന് ഒന്നാണ്ട് രക്ഷപ്പെടണം. ഇബ്രാഹിം നബി പറഞ്ഞു, ലാ എനിക്ക് അതിന്റെ കാര്യം ഇപ്പൊ ഏൽക്കാൻ പറ്റില്ല, ഞാൻ എന്റെ ബേജാറിലാണെന്ന് പറഞ്ഞു. ഖലീല് ബേജാറിലാണ്, കലീം ബേജാറിലാണ്. മൂസാ നബി, അള്ളാന്റെ റൂഹായ ഈസാ അലൈഹി സ്വലാം പരുന്തിനെ കണ്ട കോഴിക്കുട്ടിനെ പോലെ വർക്കാണ്. ബേജാറാവാത്ത ഒരൊറ്റ ആള് പ്രപഞ്ചത്തിൽ പ്രഭചൊരിഞ്ഞ പ്രവാചക പൂങ്കവർ മുഹമ്മദ് മുസ്തഫ. അത് നമ്മൾ മനസ്സിലൊന്ന് കാണാൻ രംഗം, അപ്പോഴേ റസൂലുള്ളാഹിന്റെ സ്ഥാനം മനസ്സിലാവുള്ളൂ. എല്ലാരും ജിബ്രീലടക്കം വിറക്കുക, ജിബ്രീലടക്കം പതറുക. ആ സമയത്ത് 10,000 സേവകന്മാരെ അകമ്പടിയോടെ മഹ്ശറിൽ ഉദിക്കുന്ന അമ്പിളിയാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഇമാം ഖാലിയാൽ അവിടുത്തെ ശിഫായിൽ ഉദ്ധരിക്കുന്നു, ആ വരവ് ഇങ്ങനെ കാണും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീല്. അപ്പൊ റസൂലുള്ളാഹി നബി കൈ രണ്ടും നീട്ടിയിട്ട് പറയും, യാ ബുനയ്യ ഇജ്അൽനി മിൻ ഉമ്മതിക. യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, നിങ്ങളെ ഉമ്മത്തിൽ എന്നെ ബാക്കിൽ എവിടെയെങ്കിലും നിർത്തി തന്നെ എനിക്ക് രക്ഷപ്പെടാൻ. ആരാണ് മുഹമ്മദ് മുസ്തഫ? അതല്ലേ നിഅമത്ത് വിളംബരം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഖലഖല്ലാഹുൽ ഖൽഖ വഖ്താറ മിനൽ ഖൽഖി ബനി ആദമ വഖ്താറ മിൻ ബനി ആദമൽ അറബ വഖ്താറ മിനൽ അറബി മുളറ വഖ്താറ മിൻ മുളറ ഖുറൈശൻ വഖ്താറ മിൻ ഖുറൈശിൻ ബനി ഹാഷിം വഖ്താറനി മിൻ ബനി ഹാഷിം ഫഅന ഖിയാറും മിൻ ഖിയാരിൻ മിൻ ഖിയാർ. അല്ലാഹുവിന്റെ ഹബീബേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവിടെയാണ് ഹബീബെ ചിന്തിക്കേണ്ടത്. വാപ്പ എതിരാകുക, ഉമ്മ എതിരാകുക, സ്നേഹിതന്മാരെതിരാകുക, കൂട്ടുകാരെതിരാകുക, ഒപ്പം പഠിച്ചവരെതിരാകുക, ഉസ്താദുമാര് മാറിക്കുക, നമ്മുടെ കൈ നമുക്കെതിരാകുക, നമ്മുടെ നാവ് നമുക്കെതിരാകുക. നീ എത്ര പ്രാവശ്യം കള്ളു കുടിച്ചോ അത് നിന്നെ നോക്കിയിട്ട് നിന്റെ കൈ വാചാലമായി പറയുകയാണ്. നീ എവിടേക്കെല്ലാം തെമ്മാടിത്തരത്തിന് നടന്നുപോയോ അതിന് കാല് സാക്ഷി നിൽക്കുകയാ, പറയുകയാ. കൈ നമുക്കെതിരായി, കാല് നമുക്കെതിരായി, നാക്ക് നമുക്കെതിരായി, വാക്ക് നമുക്കെതിരായി, ഉമ്മ നമുക്കെതിരായി, വാപ്പ നമുക്കെതിരായി, കൂട്ടുകാരൻ നമുക്കെതിരായി, ഭാര്യ നമുക്കെതിരായി, ഉറ്റവൻ നമുക്കെതിരായി. ആ സമയത്ത് നമുക്ക് അനുകൂലമായ സ്വർഗീയമായ വിമോചനത്തിന്റെ മുദ്രാവാക്യം മുഴക്കി മഹ്ശർ വൻസഭയിൽ കടന്നു വരുന്ന അമ്പിളിയെ, വിശ്വമാന വിഗാതയുടെ വിമോചന ഗീതമേ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമേ, പ്രപഞ്ചത്തിൽ പ്രവചൊരിഞ്ഞ പ്രവാചക പൂങ്കവരെ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അന്നബി സല്ലല്ലാഹു അലൈഹി
സ്വല്ലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബാറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബാറക കുല്ലു മൻ സല്ല അലൈഹി. Allah 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 നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ പിടിക്കണം, കാരണം ഇവിടെയാണ് തന്റെ ഇടം ബുദ്ധിയും വേണ്ടത്. എല്ലാരും നമുക്കെതിരാകുമ്പോ ആരാ കൂടെ ഉണ്ടാകുക നോക്കുക, ആ ആളെപ്പോ തന്നെ പിടിക്കുക, എന്നാ രക്ഷപ്പെടും. കുടുങ്ങിയ സമയത്ത് തപ്പിയ ചിലപ്പം ലോകം മാറിയ റേഞ്ച് കിട്ടൂല. ആഖിറന്ന് പിടിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, ഇവിടുന്ന് പിടിച്ചാൽ അവിടെ നമ്മളെ രക്ഷപ്പെടുത്തും മുഹമ്മദ് മുസ്തഫ. എത്രയാ നമ്മളോട് അള്ളാന്റെ റസൂലുള്ള സ്നേഹനിരങ്ങള്. അല്ലെങ്കിൽ ഒരു കാര്യം പെട്ടെന്നൊരു കാര്യം പറഞ്ഞ ഞാൻ പ്രസംഗം നിർത്തും. ഒറ്റ കാര്യങ്ങൾ നോക്കൂ. സ്നേഹിക്കാൻ എന്താ മാനദണ്ഡം? ഞാൻ മതത്തിന്റെ ഭാഷ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കാം. സ്നേഹത്തിന്റെ മാനദണ്ഡം എന്താണ്? ഒന്ന് ഭംഗിയാണ്, അല്ലേ? ഭംഗി ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടും. നല്ല ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് കണ്ടാൽ പിന്നെ പ്രസംഗിക്കൊന്നും വേണ്ട, ഹൃദയം ഹഠാത് ആകർഷിക്കും. ഇത് നല്ല ബിൽഡിംഗ് ആണ്, നല്ല പെയിന്റ് ആണ്, നോക്കുന്നൊക്കെ പറയണോ? വേണ്ടല്ലോ. ഒരാള് പെണ്ണിനെ പോയി കണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി അന്വേഷണത്തിൽ പോയി കാണൽ സുന്നത്താണല്ലോ. എന്നിട്ട് നല്ല ഭംഗിയുള്ള സുന്ദരിയും സുശീലയാണെങ്കിൽ മറ്റൊരാൾ പ്രസംഗിക്കാൻ അപ്പുറത്ത് വേണോ? ഇത് ഭംഗിയാണ്, ഇത് തൊലിയാണ്, ഇത് വെളുപ്പാണ്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടോ എന്നിട്ട് ആയത്തോതണോ? അത് കണ്ടാൽ തന്നെ ഹൃദയം അങ്ങ് ചാണ്ടു, അല്ലേ? അതാണ് ഭംഗിയുടെ പ്രത്യേകത. ലോകത്ത് ജാതി മത കക്ഷിപക്ഷ വർഗവർണ്ണ ദേശഭാഷ ഭേദമന്യ എല്ലാരും അംഗീകരിക്കുന്ന ഒരു തത്വമാണ് ഭംഗിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. അത് ഒരൊറ്റ കാര്യം എടുത്ത് നോക്കൂ, ലോകത്തെ ഏറ്റവും വലിയ ഭംഗിയാരാ? നിന്റെ വിഷയം ഭംഗിയാണെങ്കിൽ ഇത് മതത്തിന്റെ ഭാഷയല്ല, ആരും അംഗീകരിക്കുന്ന വീക്ഷണമാണ്. ഭംഗിയാണ് സ്നേഹിക്കപ്പെടാൻ കാരണമെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഭംഗി മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാരെ പറയണ്ടേ? കണ്ട ആളുകൾ, സഹാബാക്കളൊക്കെ പറയുന്നേ മാ റഅയ്നാ ശൈഅൻ, മാ റഅയ്നാ ഇൻസാനൻ എന്നല്ല, മാ റഅയ്നാ ശൈഅൻ അഹ്സന മിൻ വജ്ഹി റസൂലില്ലാഹ്. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു വസ്തുവിനെയും ഞങ്ങൾ കണ്ടിട്ടില്ല റസൂലുള്ളാഹിന്റെ മുഖത്തേക്കാൾ ഭംഗിയുള്ള ഒരു വസ്തുവിനെയും ഞങ്ങൾ കണ്ടിട്ടില്ല.